എടയാർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിലെ അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന കമ്പനിക്കെതിരെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഇൻഡോ ജർമ്മൻ കമ്പനി മാനേജ്മെന്റ് നടത്തുന്ന ഗൂഢാലോചനയും സമരാഭാസവും പ്രതിരോധിക്കുന്നതിന് വേണ്ടി അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. കാരണം അത് ഞങ്ങളുടെ ജീവിതമാണ്. അതാണ് പ്രതിരോധ സംഗമം. ആദ്യം അവർ തീരുമാനിച്ചത്, ഇപ്പൊ കുറച്ചു നേരത്തെ സംസാരിക്കുന്നതായി കേട്ടു, ഞങ്ങൾ കമ്പനി പൂട്ടിക്കാനല്ല. നേരത്തെ സംസാരിച്ചതാ, ഞങ്ങൾ കമ്പനി പൂട്ടിക്കാനല്ല, ഞങ്ങൾ ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നു എന്നാണ് ഞാനിവിടെ നിന്ന് കേൾക്കുന്നത്. എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരം? കമ്പനി പൂട്ടിക്കാനല്ലെങ്കിൽ എന്തിനാണ് അലയൻസ് കമ്പനിയുടെ ഗേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? നിയമപ്രകാരമല്ല ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ സമരം നടത്തേണ്ടത് എവിടെയാണ്? പൊല്യൂഷനാണോ? അവിടെ നടത്തണം. ഗവൺമെന്റിന്റെ അധികാരികളാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണോ ഉത്തരവാദികൾ? അവിടെ നടത്തണം. എന്തേ മറ്റൊരു കമ്പനിയുടെ മുന്നിൽ സമരം നടത്തുന്നത്? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികളുടെ ചിന്ത പോകേണ്ടത് അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളിടത്തേക്കാണ്. അവരുടെ തന്നെ അവകാശങ്ങൾ നിഷേധിച്ച് ഈ കാരണം പറഞ്ഞ് അവരുടെ തന്നെ ആനുകൂല്യങ്ങൾ മാറ്റിമറിച്ച് ആ കമ്പനി പൂട്ടാനുള്ള നീക്കമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികളാണ്. അവരാണിത് അറിയേണ്ടത്. അതല്ലാതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ കമ്പനിക്ക് ജോലി ചെയ്യാൻ വേറൊരു കമ്പനിയെ പൂട്ടിക്കണം? അതാണ് മാനേജ്മെന്റിന്റെ ഗൂഢാലോചന. ഇൻഡോ ജർമ്മൻ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഗൂഢാലോചന തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് IGCL തൊഴിലാളി യൂണിയന്റെ അല്ലെങ്കിൽ IGCL തൊഴിലാളി നേതാക്കളുടെ പ്രശ്നം. സ്വാഭാവികമായും അവരെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ തൊഴിലാളി വർഗ വഞ്ചകരായി മാറുന്നു അവർ. കാരണം അവർ ഇതിനെതിരെ സമരം നടത്തുമ്പോൾ, ഇതിനു മുന്നിൽ ധർണ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ അവരുടെ അവകാശങ്ങൾ, അവരുടെ നിലനിൽപ്പ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ IGCL തൊഴിലാളികൾ നടത്തുന്ന സമരം അന്യായവും അലയൻസ് ഗ്രൂപ്പിലെ നൂറുകണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള തൊഴിലാളി വർഗ വഞ്ചനീയമാണെന്ന് അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളി കൺവീനർ സയ്യിദ് മുഹമ്മദ് പറഞ്ഞു. കമ്പനി ഗേറ്റിന് മുന്നിൽ നടന്ന പ്രതിരോധ സമരം അലയൻസ് കൺവെയർ ജനറൽ മാനേജർ നൌഷാദ് PP ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഡോ ജർമ്മൻ കമ്പനി മാനേജ്മെന്റിന്റെ സ്വാർത്ഥ സാമ്പത്തിക താൽപര്യ ഗൂഢാലോചനയിൽ പങ്കാളികളാകുകയാണ് IGCL നേതൃത്വം ചെയ്യുന്നത്. ഇത്തരം സമരാഭാസത്തിൽ നിന്നും അവർ പിന്മാറേണ്ടതാണ്. ഞങ്ങൾക്കും നിലനിൽക്കണം, ഞങ്ങൾക്കും ജീവിക്കണമെന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഇത്തരം സമരങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് അലയൻസ് തൊഴിലാളി പ്രതിനിധി അമൃത്ലാൽ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇത്തരം കമ്പനികൾ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പരസ്പരം ക്ഷമയും സഹകരണവുമാണ് വ്യാവസായിക വികസനത്തിന് ആവശ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നൌഷാദ് PP ചൂണ്ടിക്കാട്ടി. പ്രതിരോധ സമരത്തിൽ ശശി CV അടക്കമുള്ളവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.